ഗണേശോത്സവം ഗണേശ ഭഗവാന് ശക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു മന്ത്രിയാവും എന്നുള്ളതിൽ നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം അദ്ദേഹം 3 പ്രാവശ്യം ജനകീയനായ ഒരു MLA ആണ്. 3 പ്രാവശ്യവും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ ഗവൺമെന്റില് മന്ത്രിസ്ഥാനം ഉറപ്പാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ആഗ്രഹിച്ചതാണ്. പക്ഷേ ചില ആഗ്രഹമാണ്. കാരണം ഗണേശ ഉത്സവം എന്ന് നമ്മളെ തിരുവനന്തപുരത്ത് ആഘോഷിക്കാൻ തുടങ്ങിയോ അന്നൊക്കെ ശ്രീ എം വിൽസന്റെ MLA വിളിച്ചാൽ, ഒരു ഫോൺ കോളിൽ കൂടെ വിളിച്ചാൽ കൃത്യമായി ആ പരിപാടിയിൽ എത്തിച്ചേരുന്ന ആളാണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ചില പരിപാടികളുടെ തിരക്ക് കാരണം നമ്മൾ അല്പം 4 മണി എന്ന് പറഞ്ഞത് ലേറ്റായെങ്കിലും കൃത്യമായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിനെ ഞങ്ങള് എന്തായാലും അടുത്ത ഒരു തെരഞ്ഞെടുപ്പെങ്കിലും വരുമെങ്കിൽ ഗണേശോത്സവം ഗണേശ ഭഗവാന് ശക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു മന്ത്രിയാവും എന്നുള്ളതിൽ നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം അദ്ദേഹം 3 പ്രാവശ്യം ജനകീയനായ ഒരു MLA ആണ്. 3 പ്രാവശ്യവും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ ഗവൺമെന്റില് മന്ത്രിസ്ഥാനം ഉറപ്പാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ആഗ്രഹിച്ചതാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളായി ജില്ലയിൽ നിന്ന് പല മന്ത്രിമാരുള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തിന്. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥന ഗണേശോത്സവത്തിന് എല്ലാ ഘട്ടങ്ങളിലും നമ്മോടൊപ്പം നിന്ന് ജാതി മത വർഗ വ്യത്യാസമില്ലാതെ നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന ശ്രീ എം വിൽസന്റെ അവർക്ക് അടുത്ത ടേണിലെങ്കിലും മന്ത്രിസ്ഥാനം കൊടുക്കാൻ നമുക്ക് ഗണേശ ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വന്ന മുഴുവൻ ആൾക്കാർക്കും ഒരിക്കൽ കൂടി ഗണേശ ഭഗവാന്റെയും ട്രസ്റ്റ് കമ്മിറ്റിയുടെയും പേരിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.